ക്വസ്റ്റ്യൻ എ, ആർ യു റൈറ്റിംഗ് എ ലെറ്റർ? നിങ്ങളൊരു കത്ത് എഴുതുകയാണോ? യെസ്, ഐ ആം ടു മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തേക്ക് ഒരു കത്ത് എഴുതുകയാണ്. യു റൈറ്റ് ലെറ്റേഴ്സ് വെരി ഓഫൺ? നിങ്ങൾ പലപ്പോഴായിട്ട് പലതവണയായിട്ട് അല്ലെ എല്ലായ്പ്പോഴും നിങ്ങൾ കത്ത് എഴുതാറുണ്ടോ? യെസ്, ഐ റൈറ്റ് 5 or 6 ലെറ്റേഴ്സ് എ വീക്ക്. ഞാൻ ആഴ്ചയിൽ 4, 5, 6 കത്തൊക്കെ എഴുതും. പിന്നെ ഒരു ദിവസം അങ്ങനെ ലീവ് ഉണ്ടാവുള്ളൂ. ഒന്നും കത്ത് എഴുത്തേക്ക് പരിപാടി. അതവിടെ എത്തണ്ടേ. ക്വസ്റ്റ്യൻ ബി, ഡു യു റൈറ്റ് ലെറ്റേഴ്സ് വെരി ഓഫൺ? നിങ്ങളെപ്പോഴും കത്ത് എഴുതാറുണ്ടോ? നോ, ഐ ഹേറ്റ് ടു റൈറ്റ് ലെറ്റേഴ്സ്. പൊതുവെ എനിക്ക് കത്ത് എഴുതുന്നത് ഭയങ്കര ഞാൻ വെറുക്കുന്ന കാര്യമാണ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതൊരുപാട് സമയം എടുക്കും. ഇറ്റ് ഷുവർ ഡസ്. അത് അങ്ങനെ തന്നെയാണത്. ക്വസ്റ്റ്യൻ സി, ഡിഡ് റോബർട്ട് ഗെറ്റ് എ ലെറ്റർ? റോബർട്ടിന് കത്ത് കിട്ടിയോ? ഹി ഗോട്ട് വൺ യെസ്റ്റർഡേ. ഇന്നലെ അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടി. ഡസ് ഹി ഗെറ്റ് മെനി ലെറ്റേഴ്സ്? അവന് ഒരുപാട് കത്തുകൾ കിട്ടാറുണ്ടോ? യെസ്, ഹി ഗെറ്റ് സം എവറി ഡേ. എല്ലാ ദിവസവും 1-2 കത്ത് കിട്ടാറുണ്ട്. ക്വസ്റ്റ്യൻ ഡി, ചാൾസ് റോട്ട് മീ എ ലോങ് ലെറ്റർ? ചാൾസ് എനിക്കൊരു വലിയ സുദീർഘമായൊരു കത്ത് എഴുതി. വെൻ ഡിഡ് ഹി റൈറ്റ് ടു യു? എപ്പോഴാണ് അവൻ നിങ്ങൾ കത്ത് എഴുതിയത്? ഹി സെൻഡ് ദ ലെറ്റർ ടു മീ അബൌട്ട് എ വീക്ക് എഗോ. ഒരാഴ്ച മുമ്പാണ് അവൻ എനിക്ക് കത്തയച്ചത്. ഹി ഹാസൻറ്റ് ഈവൻ സെൻഡ് മീ എ പോസ്റ്റ് കാർഡ് യെറ്റ്. എനിക്കിതുവരെ അവനൊരു പോസ്റ്റ് കാർഡ് പോലും അയച്ചിട്ടില്ല. കോൺസെഷൻ ഇ, വി റോട്ട് ടു മാരീസ് സിസ്റ്റർ ലാസ്റ്റ് വീക്ക്. മാരിൻ്റെ പെങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നു. ഷീ ഹാസ് റിട്ടൺ യു യെറ്റ്? ഇനി അവൾ തിരിച്ചൊന്ന് മറുപടി കത്ത് വന്നിട്ടില്ലേ? നോ, ഷീ ഹാസൻ. അവൾ എഴുതിയിട്ടില്ല. ഷീ റോട്ട് മീ എ ഫ്യൂ ഡേയ്സ് അഗോ. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് എനിക്ക് അവൾ എന്താക്കിയായിരുന്നു, ഒരു കത്ത് അയച്ചിരുന്നു. കോൺസെഷൻ, ഹാവ് യു റിട്ടേൺ ടു യുവർ ബ്രദർ യെറ്റ്? ഇതുവരെ ഏട്ടന് കത്ത് ചെയ്തില്ല, അല്ല അനിയന് കത്ത് ചെയ്തില്ലേ? യെസ്, ബട്ട് ഐ ഹാവ് ഇൻ മെയിൽഡ് ദ ലെറ്റർ യെറ്റ്. ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞാൻ തരം മെയിൽ അയച്ചിട്ടില്ല. ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെൻഡ് ആക്കിയിട്ടില്ല. ഐ വെൻ ടു ദ പോസ്റ്റ് ഓഫീസ് ഹാഫ് ആൻ അവർ അഗോ. ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. വൈ ഡിഡ്ന്റ് യു ടെൽ മീ? നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ക്വസ്റ്റ്യൻ ബി, ഡിഡ് യുവർ ഫ്രണ്ട് ഇൻ സാൻ ഫ്രാൻസിസ്കോ റൈറ്റ് ടു യു? സാൻ ഫ്രാൻസിസ്കോയുള്ള നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ കത്ത് എഴുതിയോ? യെസ്, ഐ ഗോട്ട് എ ലെറ്റർ ഫ്രം ഹർ ഓൺ തേഴ്സ്ഡേ. വ്യാഴാഴ്ച അവളിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. വാട്ട് ഡിഡ് ഷീ ഹാവ് ടു സേ? അവൾക്ക് എന്തായിരുന്നു പറയേണ്ടായിരുന്നത്? ഷീ സെഡ് ദ സിറ്റി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് പ്രെറ്റി. അവൾ പറഞ്ഞു സിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ മനോഹരമാണ് അവിടെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. കോൺസ്റ്റൻസ് സി, ഡിഡ് യു റൈറ്റ് എ റിപ്ലൈ ടു പീറ്റേഴ്സ് ലെറ്റർ? പീറ്റർ എനിക്കൊരു കത്ത് അയച്ചില്ല, അതിന് വല്ല മറുപടി എഴുതിയോ? യെസ്. ഡിഡ് യു മെൻഷൻ ഹിസ് ലാസ്റ്റ് ലെറ്റർ ടു യു? സോറി, ഐ റോട്ട് വൺ ഓൺ ഫ്രൈഡേ. അതെ, ഞാൻ വെള്ളിയാഴ്ച ഒന്ന് എഴുതി. ഡിഡ് യു മെൻഷൻ ഹിസ് ലാസ്റ്റ് ലെറ്റർ യു? അവൻ്റെ നിനക്കുള്ള അവസാനത്തെ കത്തില്ലേ, അവസാനത്തെ ലെറ്റർ നീ മെൻഷൻ ചെയ്തോ? യെസ്, അതെ, ഐ സെഡ് ഐ വുഡ് എൻജോയ്ഡ് ഹിസ് ലെറ്റർ എ ലോട്ട്. അതെ, ഞാൻ പറഞ്ഞു നിൻ്റെ കഴിഞ്ഞ കത്ത് എനിക്കൊരുപാട് ഞാൻ ആസ്വദിച്ചിരുന്നു, ഞാൻ ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. കോൺസെഷൻ ഡേ, വാട്ട് ആർ യു റൈറ്റിംഗ്? നിങ്ങൾ എന്താണ് എഴുതുന്നത്? ഐ ആം റൈറ്റിംഗ് എ താങ്ക് യു നോട്ട് ടു ദ സ്മിത്ത്സ്. ഞാൻ സ്മിത്തിനൊരു താങ്ക് യു നോട്ട് എഴുതാണ്. വാട്ട് ആർ യു ഡൂയിങ് ദാറ്റ് ഫോർ? നീ എന്തിനാണത് ചെയ്യുന്നത്? താങ്ക് യു നോട്ട്. ഐ ഹാഡ് ഡിന്നർ വിത്ത് ദം ആൻഡ് ഇറ്റ്സ് കസ്റ്റമറി ടു റൈറ്റ് എ താങ്ക് യു നോട്ട്. ഞാൻ രാത്രി ഫുഡ് അവൻ്റെ പേരായിരുന്നു കഴിച്ചത്, അവൻ്റെ ചിലവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു താങ്ക് യു നോട്ട് എഴുതുന്നത് ഒരു മര്യാദയാണ്. ഓക്കെ. കോൺസെഷൻ ഇ, ഐ റോട്ട് എ ലെറ്റർ ടു ദം അപ്ലൈയിങ് ഫോർ എ ജോബ്. ഞാനൊരു ജോലിക്ക് അപേക്ഷിച്ചാണ് അവർക്കൊരു കത്ത് എഴുതി. വാസ് ഇറ്റ് ഹാർഡ് ടു റൈറ്റ് യുവർ ലെറ്റർ ഓഫ് അപ്ലിക്കേഷൻ? സോറി, ഈ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എഴുതൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? യെസ്, അതെ. ഐ wanted to sound modest but also mention my qualifications. എനിക്ക് വളരെ സിമ്പിളായിട്ട് പ്രസൻറ്റ് ചെയ്യാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം. I wanted to sound modest but also mention my qualifications. എനിക്ക് വളരെ വിനയമായിട്ട്, അതായത് ഒരു മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ് അർത്ഥം. ഒരുപാട് ഹൈപ്പാക്കാതെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതേസമയം എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പറയണം. ഇറ്റ്സ് ഓൾവേസ് ഹാർഡ് ടു റൈറ്റ് അബൌട്ട് യുവർ സെൽഫ്. നിന്നെക്കുറിച്ച് എഴുതുക എന്നുള്ളത് പലപ്പോഴും എന്താണ്, ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഹേയ്, ഹാവ് യു ഗോട്ട് എനി ചേഞ്ച്?
നിങ്ങളുടെ കയ്യിൽ ചില്ലർ എന്തെങ്കിലും ഉണ്ടോ, ചേഞ്ച് എന്തെങ്കിലും ഉണ്ടോ? വാട്ട് യു നീഡ്, നിനക്ക് എന്താ വേണ്ടത്, എത്ര വേണം? ഐ നീഡ് ചേഞ്ച് ഫോർ എ ക്വാർട്ടർ, എനിക്കൊരു ക്വാർട്ടറിന് ചേഞ്ച് വേണം. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഒരു കറൻസിയാണ്. ഷുവർ ഹിയർ 2 dimes ആൻഡ് 5 pennies, അതെ എൻ്റെ അടുത്ത് 2 ഡൈമും 5 pennies ഉണ്ട്, അതായത് ചില്ലറ. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാം.